കോടതി ഉത്തരവുമായി ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എത്തി. ജയിലിന് മുന്നിലെത്തി. കന്യാസ്ത്രീകൾ മോചിതരായിട്ടുണ്ട്. മറ്റു കന്യാസ്ത്രീകളും സഭാപ്രതിനിധികളും രാജീവ് ചന്ദ്രശേഖറിനൊപ്പമുണ്ട്. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇപ്പോൾ കന്യാസ്ത്രീകൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എത്തി കന്യാസ്ത്രീകളുടെ മോചനവുമായി ബന്ധപ്പെട്ട രേഖകൾ അവിടെ കൈമാറിയിരിക്കുന്നു. നിലവിൽ കിട്ടുന്ന വിവരം കന്യാസ്ത്രീകൾ പുറത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 9 ദിവസമായി ജയിലിൽ കഴിഞ്ഞിരുന്ന കന്യാസ്ത്രീകൾ ഇപ്പോൾ ജയിൽ മോചിതരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. NIA കോടതി ജാമ്യം നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ജയിൽ മോചനം സാധ്യമായിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ കോടതി മുൻപാകെ എത്തി. കോടതിയിൽ നിന്നും അതിന്റെ ജാമ്യ ഉത്തരവടക്കം അദ്ദേഹം ഈ ജയിലിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനൊപ്പം സഭാപ്രതിനിധികളും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം മറ്റാളുകളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് സഭാപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന കന്യാസ്ത്രീകൾ എല്ലാവരും തന്നെ, കന്യാസ്ത്രീകൾ രണ്ടുപേരും ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അവിടുത്തെ ഇത്രയും ദിവസം അവിടെ ഇല്ലാതിരുന്ന, ഇത്രയും ദിവസം അവിടെ ഉണ്ടാകാതിരുന്ന കോൺഗ്രസിന്റെ നേതാക്കൾ, അതായത് ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന്റെ ചില നേതാക്കൾ ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ജയിലിന് മുന്നിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കന്യാസ്ത്രീകൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു, അവർ ജയിൽ മോചിതരായിരിക്കുന്നു എന്നുള്ളതാണ്. ശ്രീകാന്ത്, അത് തന്നെയാണ്. 9 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ജയിൽ മോചിതരാകുന്നത് കന്യാസ്ത്രീകൾ. അതോടൊപ്പം തന്നെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയെന്ന് സഭാ പ്രതിനിധികൾ അല്പസമയം മുൻപ് പ്രതികരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ ഛത്തീസ്ഗഡ് സർക്കാരിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നതായും സഭാ പ്രതിനിധികൾ പറയുന്നുണ്ട്. ഛത്തീസ്ഗഡിൽ ഈ 2 കന്യാസ്ത്രീകളും എന്താണ് ചെയ്തതെന്നും അവിടെ നടന്ന സംഭവം എന്താണെന്നും സഭയ്ക്കും പോലീസിനും ഒപ്പം തന്നെ അവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാവുന്നതാണ്. അവിടുത്തെ ബി.ജെ.പി. നേതൃത്വത്തിനും ഇക്കാര്യം വ്യക്തമാണ്. അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതിൽ ബി.ജെ.പി. ഇടപെട്ടത് കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീകൾ, കേരളത്തിൽ നിന്നുള്ള 2 പേർ ജയിലിൽ കിടക്കുന്നു, അവർക്ക് വേണ്ട സഹായം ചെയ്യണം, അവരെ പുറത്തെത്തിക്കുന്നതിന്, അവരെ ജയിൽ മോചിതരാക്കുന്നതിന് വേണ്ട സഹായം ചെയ്യണം എന്ന അർത്ഥത്തിലാണ് ബി.ജെ.പി. അതിൽ ഇടപെട്ടത്. അത് സഭയുമായി അടക്കം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ്, സഭാ നേതൃത്വവുമായി അടക്കം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് രാജീവ് ചന്ദ്രശേഖർ അതിൽ ഇടപെട്ടത്. ആ കേസിന്റെ മെറിറ്റോ അല്ലെങ്കിൽ ആ കേസുമായി ബന്ധപ്പെട്ട ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളോ, ഛത്തീസ്ഗഡിൽ ഇത്തരമൊരു കേസ് വന്നാൽ അത് എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക തുടങ്ങിയ ഒരു കാര്യങ്ങളും രാജീവ് ചന്ദ്രശേഖറോ അനൂപ് ആന്റണിയോ ഷോൺ ജോർജോ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. അവർ ആ കേസിൽ തൽക്കാലം അവരെ ജാമ്യത്തിൽ ഇറക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിച്ചത്. പ്രധാനമന്ത്രിയെ വരെ കണ്ടിരുന്നു, അമിത്ഷായെ കണ്ടിരുന്നു. അതിനുശേഷം അവരുടെ നിർദ്ദേശപ്രകാരം അവിടെ ചില രാഷ്ട്രീയമായ തീരുമാനങ്ങളുണ്ടായി. ഒരു കാര്യം ദീപിക ഓർക്കേണ്ടത്, ഇതിനു മുൻപും കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പാസ്റ്റർമാർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, വൈദികർ അറസ്റ്റിലായിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ ഇറങ്ങിയത് 10-11 മാസങ്ങൾക്ക് ശേഷമാണ്, ദിവസങ്ങളല്ല, 10-11 മാസങ്ങൾക്ക് ശേഷമാണ്. പക്ഷെ ഈ വിഷയത്തിൽ ബി.ജെ.പി. ഇടപെട്ടു, ബി.ജെ.പിയുടെ സംസ്ഥാനം ഇടപെട്ടു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഈ 9 ദിവസം കഴിയുമ്പോൾ അവർ പുറത്തേക്ക് വരുന്നത്. അത് സഭാ നേതൃത്വത്തിന് വളരെ കൃത്യമായി അറിയാം. അവിടെ നടന്ന രാഷ്ട്രീയ നാടകങ്ങൾ അല്ല, സഭയുടെ സമ്മർദ്ദമോ സഭയുടെ ഭീഷണിയോ അല്ല, നേരെ മറിച്ച് ബി.ജെ.പി. സംസ്ഥാന ഘടകം രാജീവ് ചന്ദ്രശേഖർ, അനൂപ് ആന്റണി, ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടതിൻ്റെതാണ് ഈ പുറത്തേക്കുള്ള ഈ മോചനത്തിനുള്ള കാരണം എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനിയും മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയ ബോധ്യം കൊണ്ട് മാത്രമേ പറയാൻ സാധിക്കൂ. കാരണം മുൻപ് അറസ്റ്റുകൾ നടന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും 9 മാസം 10 മാസം ഒക്കെയാണ് ജയിലിൽ തുടരേണ്ടി വരുന്നത്. ഇത് 9 ദിവസങ്ങൾ കൊണ്ട് അവർക്ക് പുറത്തിറങ്ങാൻ സാധിച്ചു. അതിൽ നടന്നിട്ടുള്ള പിൻവാതിൽ ചർച്ചകൾ, മറ്റു കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഇടയ്ക്ക് പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഈ ഘട്ടത്തിൽ അതൊന്നും നമ്മൾക്ക് പറയാൻ തൽക്കാലം സാധിക്കില്ല. എന്തായാലും വലിയ ചർച്ചകൾ ഛത്തീസ്ഗഡ് സർക്കാരുമായി നടന്നു, വലിയ ബലംപിടുത്തം നടന്നു. അക്കാര്യത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനെ സംബന്ധിച്ച് അവർ അധികാരത്തിൽ വന്നത് തന്നെ ഈ മതപരിവർത്തനം നിരോധിക്കും, മതപരിവർത്തനത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അവിടുത്തെ ട്രൈബൽ ബെൽറ്റിൽ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും അതായിരുന്നു. പക്ഷേ വീണ്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല
അവരുടെ ഭാഗത്ത് തെളിവുകളുണ്ട് എന്നുള്ളതായിരുന്നു അവർ പറഞ്ഞിരുന്നത്. അവർക്ക് മോചനത്തിനോട് വലിയ താല്പര്യം അവർ കാണിച്ചിരുന്നില്ല. കാരണം അവർ പറയുന്നത് ഞങ്ങൾക്ക് തെളിവുണ്ട്, ഞങ്ങളുടെ പോലീസിനെ വിശ്വാസമാണ്, ഞങ്ങൾ അതനുസരിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷേ കേരള BJP ഇടപെട്ട കാര്യം കൊണ്ട് കേരള BJPയുടെ സമ്മർദ്ദ ഫലമായി കേരള BJPയുടെ സമ്മർദ്ദം കൊണ്ട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭാ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ രണ്ടാമതൊരു അഭിപ്രായം ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിന്ന് പോയ വലത് പ്രതിനിധികൾക്ക് വളരെയധികം വിമർശനങ്ങളും ഈ ഒരു ഘട്ടത്തിൽ വരുന്നുണ്ട്. പല ഭാഗത്തു നിന്നും ലഡു വിതരണം ചെയ്തതല്ലാതെ എന്താണ് ചെയ്തത്, എന്ത് ഇടപെടലാണ് ഉണ്ടായതെന്നുള്ള തരത്തിലെല്ലാം പരിഹാസങ്ങൾ ഇപ്പോൾ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ ഈ കന്യാസ്ത്രീകളുടെ കുടുംബങ്ങൾ പ്രതികരിച്ചപ്പോൾ അവർ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കൃത്യമായ ഇടപെടൽ അല്ലെങ്കിൽ സംസ്ഥാന BJP കേരള BJP എത്തരത്തിൽ അല്ലെങ്കിൽ എത്രത്തോളം ഇടപെട്ടു ഈ ഒരു വിഷയത്തിൽ അവർക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും നന്ദി അറിയിക്കുന്നു എന്ന് കുടുംബങ്ങളും പ്രതികരിക്കുന്ന സാഹചര്യമുണ്ട്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് ഛത്തീസ്ഗഡിൽ ഈ രണ്ട് കന്യാസ്ത്രീകൾ ചെയ്തിരുന്നത്, എന്താണ് അവരുമായി ബന്ധപ്പെട്ട കേസ്, എന്തടിസ്ഥാനത്തിലാണ് ആ സംഭവങ്ങൾ ഉണ്ടായത്, സഭയുടെ മിഷൻ പ്രവർത്തനങ്ങൾ ആ സംസ്ഥാനത്ത് പല സ്ഥലങ്ങളിലുമുണ്ട്, അത് പല സ്ഥലങ്ങളിലും ക്ലാഷും ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ തന്നെ സഭയ്ക്ക് നല്ല ധാരണയുള്ളതാണ്. അങ്ങനെ ധാരണ ഇല്ലാതെ പ്രതികരിച്ച ആരെങ്കിലും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളവർ തന്നെയാണ് ആയിരുന്നു എന്ന് പറയുന്നതും ശരിയാണ്. കാരണം പക്ഷേ അവരുടെ കൂട്ടത്തിലെ രണ്ടുപേർ ഒരു കേസിൽപ്പെട്ട് ജയിലിലായി. സ്വാഭാവികമായും BJP ഭരിക്കുന്ന സംസ്ഥാനം സമ്മർദ്ദത്തിലൂടെ അവരെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളത് അവരുടെ ദൗത്യം കൂടിയാണ്. പക്ഷെ BJP സംസ്ഥാന ഘടകം, കേരളത്തിലെ BJP നേതൃത്വം ഈ വിഷയത്തിൽ മാനുഷിക പരിഗണനയോടെ ഇടപെട്ടു എന്നുള്ളത് നമുക്ക് കാണാം. കോൺഗ്രസിന്റെയും CPIMന്റെയും നേതാക്കൾ അവിടെ വന്ന് സമരം ചെയ്തിരുന്നാലും ഇല്ലെങ്കിലും, അവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലും ഇല്ലെങ്കിലും BJPയുടെ ഭാഗത്തുനിന്നും നീക്കങ്ങൾ നടന്നിരുന്നു. അവിടുത്തെ ഛത്തീസ്ഗഡിലെ കോൺഗ്രസിന് പോലും ഇതിലൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതാ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് അവിടേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹത്തിന് 100% ഉറപ്പായിരുന്നു ഇന്ന് ജാമ്യം കിട്ടും എന്നുള്ളത്. കാരണം അദ്ദേഹത്തിന് ആ ഉറപ്പ് കൊടുത്തത് ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷായാണ്. സ്വാഭാവികമായി അദ്ദേഹം അവിടെ വന്നു. അതിൽ അവസാന ഘട്ട കാര്യങ്ങളിലെല്ലാം ചുക്കാൻ പിടിച്ചു. അദ്ദേഹത്തിന്റെ വരവ് ഈ നടപടികളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഈ ഇവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരിന് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല ഈ കേസ് തീർക്കാൻ എന്നുള്ളതാണ്. കാരണം അവരുടെ കയ്യിൽ തെളിവുണ്ടെന്നും അവരുടെ പോലീസിനെ അവർക്ക് ഒറ്റപ്പെടുത്താനാകില്ലെന്നും എന്നുള്ള നിലപാടിലായിരുന്നു അവർ. പക്ഷേ കേരള BJP തീരുമാനിച്ചു, കേരള BJP എത്തി, കേരള BJP പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കണ്ടു. കേരള BJP ഒടുവിൽ ഈ കന്യാസ്ത്രീകളെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അതിനു ചുറ്റും നിന്ന് CPIMും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെയും നേതാക്കൾ ലഡു വിതരണം ചെയ്യുന്നു. ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറും അനൂപ് ആന്റണിയും ഒക്കെ തന്നെ നടത്തിയ ആ മോചന ശ്രമങ്ങളിൽ അവർക്കും ഒരുപക്ഷെ സന്തോഷം ഉണ്ടായി കാണും. കാരണം രണ്ട് കന്യാസ്ത്രീകൾ മോചിതരാവുകയാണ്. അതിന്റെ സന്തോഷമായിരിക്കാം അവർ പങ്കിട്ടത്. എന്തു തന്നെയായാലും BJPയെ സംബന്ധിച്ചിടത്തോളം കേരള BJPയെ സംബന്ധിച്ചിടത്തോളം അവർ നടത്തിയ അക്ഷീണ പ്രയത്നം ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആരാഹ്ലാദ പ്രകടനം നടത്തിയാലും ആര് ലഡു വിതരണം ചെയ്താലും സഭയ്ക്ക് വളരെ കൃത്യമായി അറിയാം എന്താണ് സംഭവിച്ചതെന്നും പിന്നണിയിൽ നടന്ന ചർച്ചകൾ എന്തൊക്കെയാണ് എന്നും. ശരി ശ്രീകാന്ത്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വ്യാജ പ്രചരണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. കാരണം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒപ്പമുണ്ട്, അല്ലെങ്കിൽ കൃത്യമായി തന്നെ ഒരു വാക്ക് നൽകിയിരുന്നു ഒപ്പമുണ്ട് എന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട അത്തരത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഒരു ഇടപെടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്നോ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകില്ലെന്ന് മാത്രവുമല്ല പ്രോസിക്യൂഷൻ ഇതിനെ വലിയ രീതിയിൽ എതിർക്കുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രചരണങ്ങൾക്കെല്ലാം അല്ലെങ്കിൽ അത് പ്രചരിപ്പിച്ചവർക്ക് ഏറ്റൊരു വലിയൊരു തിരിച്ചടിയും കൂടിയാണല്ലോ ഈ ഒരു വിധി എന്ന് പറയുന്നത്. ഈ കോടതികളിലെ സാങ്കേതിക നടപടികൾ, കോടതിയിലെ നടപടിക്രമങ്ങൾ ഇതൊക്കെ തന്നെ അറിയാവുന്നവർ തന്നെയാണ് ഇത് പ്രചരിപ്പിച്ചത്. സഭാ നേതൃത്വത്തിനും സഭാ മേലധ്യക്ഷന്മാർക്കും ഒക്കെ ഇതറിയാം. കാരണം ഇന്നോ ഇന്നലെയോ അല്ല ഛത്തീസ്ഗഡിൽ അവർ മതപരിവർത്തനം തുടങ്ങിയതും അവർക്കെതിരെ കേസെടുക്കുന്നതും അവരെ അറസ്റ്റ് ചെയ്യുന്നതുമൊക്കെ. ഇതിനു മുൻപും സമാനമായ നടപടികളിലൂടെ സഭ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും അവരെ പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. ഇനി കോൺഗ്രസിന്റെയും CPIMന്റെയും ഒക്കെ കാര്യമെടുത്താൽ അവരും ഈ കലാപരിപാടി കുറെ അധികം നാളുകളായി കാണുന്നതുമാണ്. ഇതിനാൽ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, അമിത്ഷാ നൽകിയ ഉറപ്പ്, അമിത്ഷാ നൽകിയ വാക്ക് അത് മാത്രമാണ് ഈ മോചനത്തിന് വഴിതെളിച്ചത് എന്ന് ഈ ഘട്ടത്തിൽ പറയാം. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ
ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം കോടതിയുടെ പരിഗണനയിൽ ഇരുന്ന് ഒരു കേസിൽ ജാമ്യം കിട്ടി ഇറങ്ങി വരികയാണ്. അതിൽ ഏതൊക്കെ രീതിയിൽ ഇടപെടാമോ അതിന്റെ എല്ലാം അങ്ങേയറ്റം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒറ്റ മനുഷ്യൻ ഇടപെട്ടു എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം 2 പേർ ഇവിടേക്ക് എത്തി. വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ്, ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി, ഒപ്പം രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ഡൽഹിയിലെത്തി അമിത്ഷായെയും പ്രധാനമന്ത്രിയെയും കണ്ടു എന്നുള്ളതും ഇതിനോടകം വാർത്ത പുറത്തു വന്നതാണ്. മറ്റ് നടപടികൾ, മറ്റ് ഇടപെടലുകൾ യാതൊന്നും തന്നെ ഇവിടുത്തെ ഛത്തീസ്ഗഡ് സർക്കാരിനെ സ്വാധീനിക്കാൻ പോകുന്നതായിരുന്നില്ല എന്ന് മനസ്സിലാക്കണം. ഇവിടെ കേരളത്തിൽ നിന്നുള്ള 4 എംപിമാരും ഒപ്പം LDFന്റെ 3 എംപിമാരും വന്ന് ജയിലിന് മുന്നിൽ ആക്രോശിച്ചാൽ അങ്ങ് അത് വിട്ടുകളയുന്ന ആളുകളായിരുന്നില്ല ഛത്തീസ്ഗഡിൽ ഭരണത്തിൽ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കാരണം അവർ അധികാരത്തിലെത്തിയത് നിർബന്ധിത മതപരിവർത്തനം നിരോധിക്കും എന്ന് വാക്കുകൊടുത്തിട്ടാണ്. അത് പ്രഖ്യാപിച്ചയാളുടെ പേര് അമിത്ഷാ എന്നുള്ളതാണ്. ഈ പശ്ചാത്തലത്തിൽ വേണം BJPയുടെ ഇടപെടലുകളെ കാണാൻ. BJP ശക്തമായി ഇടപെട്ടു. BJP അതിശക്തമായ മുന്നേറ്റം ഈ വിഷയത്തിൽ കാഴ്ചവെച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ജാമ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം സ്വാഭാവികമായി ജാമ്യം കിട്ടാത്ത വകുപ്പാണ്. ഈ നിയമ മേഖലയിൽ സാമാന്യ ബോധമുള്ള, സാമാന്യ യുക്തി ഉള്ള അഭിഭാഷകരോട് ചോദിച്ചാൽ മനസ്സിലാകും. മനുഷ്യക്കടത്ത് 143 ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാമ്യത്തിന് കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കേസ് ഡയറി വെച്ചൊക്കെ അഭിഭാഷകർ ഈ ജാമ്യാപേക്ഷയെ എതിർക്കുന്നത് കാണാത്തവരല്ല നമ്മളാരും. പക്ഷേ കമാന്ന് മിണ്ടിയില്ല പ്രോസിക്യൂഷൻ. അത് അമിത്ഷായുടെ നിർദ്ദേശമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. സാധാരണ നടത്താറുള്ളത് പോലെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞവർ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ശരി, എന്തായാലും ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിഞ്ഞ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായിരിക്കുന്നു. കോടതി ഉത്തരവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ജയിലിന് മുന്നിലെത്തി. മറ്റു കന്യാസ്ത്രീകളും സഭാ പ്രതിനിധികളും സ്വീകരിക്കാൻ എത്തിയിരുന്നു. വലിയ രീതിയിലുള്ളൊരു വരവേൽപ്പ് അവിടെ സഭാംഗങ്ങളുടെ ഭാഗത്തു നിന്നെല്ലാം അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അവിടേക്ക് എത്തി കന്യാസ്ത്രീകളെ കാണുകയും അവരോട് സംസാരിച്ചതിന് ശേഷമാണ് അവർ പുറത്തേക്ക് പോയത്. ശ്രീകാന്ത് അവിടെ തുടരുന്നുണ്ട്. ശ്രീകാന്ത്, ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചിട്ട് പോലും അവിടെ യാതൊരു വിജയവും നേടാൻ ഇടത് വലത് മുന്നണികൾക്ക്, കേരളത്തിൽ നിന്നുള്ള ഇടത് വലത് മുന്നണികൾക്ക് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരുമല്ലോ ഈ ഒരു ഘട്ടത്തിൽ. കാരണം പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷേ അവിടെയുള്ള കോൺഗ്രസ് അവിടെയുള്ള കോൺഗ്രസ് അധ്യക്ഷൻ തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം മതപരിവർത്തനം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ അത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സർക്കാർ ഇത് ഇടപെട്ട് ഇതിലൊരു നിയന്ത്രണം കൊണ്ടുവരണം, അല്ലെങ്കിൽ കുറ്റക്കാരാണെങ്കിൽ ശിക്ഷ നടപ്പാക്കണം, തുടർ നടപടികൾ സ്വീകരിക്കണമെന്നെല്ലാം അവിടുത്തെ സംസ്ഥാന നേതൃത്വം അറിയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയായിരുന്നു അത് എന്ന് പറയേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇടത് വലത് മുന്നണികളിൽ നിന്നുള്ള നേതാക്കൾ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം. പക്ഷേ പല രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളോടൊപ്പം തന്നെ ശ്രീകാന്ത്, രാഷ്ട്രീയ മുതലെടുപ്പിന് കൂടി ഒരു വിഷയം ഇടത് വലത് മുന്നണികൾ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ, അല്ലേ? ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിഞ്ഞ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായിരിക്കുന്നു. കോടതി ഉത്തരവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടേക്ക് എത്തി. മറ്റു കന്യാസ്ത്രീകളും സഭാ പ്രതിനിധികളും അവിടെ ഉണ്ടായിരുന്നു അവരെ സ്വീകരിക്കാൻ. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശ്രീകാന്ത്, കൂടുതൽ രാഷ്ട്രീയ മുതലെടുപ്പിലേക്ക് പോകാനുള്ള ഒരു ശ്രമം ഇടത് വലത് മുന്നണികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം പരാജയപ്പെട്ടു എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത്. കാരണം അത് എല്ലാം പരാജയപ്പെടുത്തിക്കൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ കൃത്യമായ ഇടപെടൽ, അതിനുശേഷം കേന്ദ്രവുമായുള്ള നിരന്തരമായുള്ള കമ്മ്യൂണിക്കേഷൻ, അതുവഴി ഈ ഒരു പ്രശ്നം എങ്ങനെ അവസാനിപ്പിക്കാം എന്നുള്ള സഭാ നേതൃത്വത്തിൻ്റെ കൂടി അപേക്ഷ സ്വീകരിച്ച് കൂടുതൽ പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ മോചനം നേടിയെടുക്കാനും BJP കേരള ഘടകം വളരെയധികം പ്രയാസപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ കൃത്യമായ ഇടപെടലിലൂടെ 9 ദിവസങ്ങൾക്ക് ശേഷം കന്യാസ്ത്രീകൾ മോചിതരായിരിക്കുകയാണ്. ശ്രീകാന്ത്, കേൾക്കാമെങ്കിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. ഈ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായിരിക്കുന്നു. അവർ പുറത്തിറങ്ങിയിരിക്കുന്നു. 9 ദിവസങ്ങൾക്ക് ശേഷമാണ് അവരുടെ മോചനം സാധ്യമായിരിക്കുന്നത്.
ഇതിൽ നമ്മൾ ഈ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് ഈ കാര്യത്തിൽ ഈ വിഷയത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ച് പറയേണ്ടതില്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് ഭാഗവും നമ്മൾ പറയേണ്ടി വരും. ഇതിലൊരു പ്രത്യേകത എന്താണെന്നാൽ ഛത്തീസ്ഗഡ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പോലീസ്, അവരുടെ സർക്കാർ, അവരുടെ ജനങ്ങൾ അവർ പറഞ്ഞത് മാത്രമേ അവർക്ക് കേൾക്കാൻ സാധിക്കൂ. അവർ അധികാരത്തിൽ വന്നത് പോലും ആ രീതിയിലാണ്. നിലവിൽ കന്യാസ്ത്രീകൾ ജയിൽ മോചിതരായി പോലീസ് സംരക്ഷണയിൽ മടങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. കാരണം പോലീസ് സംരക്ഷണയിൽ അവർക്ക് മടങ്ങേണ്ട ആവശ്യകതയുണ്ട്. ഒരു പക്ഷേ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻകൂട്ടി കാണുന്നുണ്ട് എല്ലാവരും. അതിനാൽ പോലീസ് സംരക്ഷണയിലാണ് അവർ മടങ്ങാൻ പോകുന്നത്. അത് സ്വാഭാവികമായി ഇന്ന് തന്നെ നാട്ടിലേക്ക് മടങ്ങിയേക്കും എന്നാണ് മനസ്സിലാകുന്നത്. ഒരുപക്ഷെ ആഗ്രയിലോ ഡൽഹിയിലോ മറ്റോ പോയതിനു ശേഷമായിരിക്കും. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ആദ്യം റായ്പൂർ ബിഷപ്പ് ഹൗസിലേക്ക് പോകും, അവിടെ നിന്നും മടങ്ങും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏറ്റവും പുതിയ വിവരം കന്യാസ്ത്രീകളെ ആദ്യം കൊണ്ടുപോവുക പോലീസ് സുരക്ഷയിൽ റായ്പൂർ ബിഷപ്പ് ഹൗസിലേക്കായിരിക്കും. അവിടെ നിന്നും അവരെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിൽ നമ്മൾ രണ്ട് ഭാഗവും പറയാം. അതായത് ഛത്തീസ്ഗഡ് സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ വലിയ സുരക്ഷാ മേഖലയായ ബസ്തർ മേഖലയിൽ നിന്നും, ബസ്തർ ഡിവിഷനിൽ നിന്നും 3 പെൺകുട്ടികളെ ഒരു ദല്ലാൾ പുറത്തേക്ക് കൊണ്ടുപോകുന്നു. അത് ജോലിക്കാകട്ടെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിനാകട്ടെ അവരെ കൊണ്ടുപോകുന്നു. ആ കൊണ്ടുപോകുമ്പോൾ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം, മതിയായ രേഖകൾ വേണം. ഇത് രണ്ടും ഇവരുടെ ഛത്തീസ്ഗഡിൽ ജയിലിൽ കഴിഞ്ഞ കന്യാസ്ത്രീകൾ മോചിതരായിരിക്കുന്നു. കോടതി ഉത്തരവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവിടേക്ക് എത്തി. ജയിലിന് മുന്നിലെത്തി അദ്ദേഹം കന്യാസ്ത്രീകളെ കണ്ടു. വിവിധ സഭാപ്രതിനിധികളും കന്യാസ്ത്രീകളും അവിടെ അവരെ സ്വീകരിക്കാൻ എത്തിയിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. 9 ദിവസങ്ങൾക്ക് ശേഷമാണ് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകുന്നത്.